വാൽപ്പാറ വാഹനാപകട ദുരന്തത്തിന്റെ നടുക്കം വിട്ടുമാറാതെ ഇരിക്കുകയാണ് കേരളം. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 9 മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഷാരിഖ് നവാസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷാരിഖ്, ആ വിലാപയാത്രയെ ഷാരിഖ് അനുഗമിക്കുന്നുണ്ട്. ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് ഈ ആംബുലൻസുകൾ? ഇനി എത്ര സമയം കൊണ്ട് ഈ ആംബുലൻസുകൾ നാട്ടിലേക്ക് എത്തിച്ചേരും? പ്രവിത, ഇപ്പോൾ ആംബുലൻസുകൾ പെരിന്തൽമണ്ണ കഴിഞ്ഞു. ഇനി ഏകദേശം കഷ്ടിച്ചൊരു അരമണിക്കൂറിനകം തന്നെ പാങ്ങിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 9 ആംബുലൻസുകളും ഇപ്പോൾ പെരിന്തൽമണ്ണ കടന്നു കഴിഞ്ഞു. ഇനി ഇവിടെ ഇപ്പോൾ പെരിന്തൽമണ്ണ നഗരപ്രദേശത്തേക്ക് കടന്നതിനാൽ കുറച്ച് വാഹനത്തിരക്ക് അധികമായിട്ടുണ്ട്. അത്തരത്തിൽ ആംബുലൻസുകൾ കുറച്ച് മിതമായ വേഗതയിൽ മാത്രമാണ് പോകുന്നത്. അപ്പോൾ പെരിന്തൽമണ്ണയിൽ ഈ തിരക്ക് കഴിഞ്ഞാൽ, ഈ പാങ്ങിലേക്ക് കയറിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന്, അതായത് ഏകദേശം അരമണിക്കൂറിനകം തന്നെ ഈ പാങ്ങിലേക്ക് ചേരാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വഴിനീളെ അതായത് ഈ ആംബുലൻസിൻ്റെ വിലാപയാത്ര കടന്നുപോയ ഭാഗങ്ങളിലെല്ലാം ഓരോ പോയിന്റുകളിലും ആളുകൾ, അതായത് സ്വമേധ്യ തന്നെ, ആരും അറിയിക്കാതെ, ആരും ഒരു നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല, ആളുകൾ തന്നെ സ്വമേധ്യ ഈ ആംബുലൻസിന് വഴിയൊരുക്കിയിരുന്നു, വിലാപയാത്രയ്ക്ക് വഴിയൊരുക്കിയിരുന്നു. 9 ആംബുലൻസുകളും അതുപോലെ തന്നെ അതിനൊപ്പം കടന്നുപോകുന്ന പോലീസ് വാഹനങ്ങളും അതിനൊപ്പം കടന്നുപോകുന്ന മറ്റ് അധികൃതരുടെ വാഹനങ്ങളൊക്കെ കടന്നുപോകാൻ ആളുകൾ സ്വമേധയ തന്നെ രംഗത്ത് വന്നു. ഓരോ പോയിന്റുകളിലും, അതായത് പാലക്കാട് നിന്ന് ആരംഭിച്ച് മുണ്ടൂർ, മണ്ണാർക്കാട്, കരിങ്കല്ലത്താണി, ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ വഴിനീളെ ആളുകൾ ഇതിനു വേണ്ടി ട്രാഫിക് ഒരുക്കി വാഹനങ്ങൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ ആംബുലൻസുകളും അതുപോലെ തന്നെ ഇതിനൊപ്പം സഞ്ചരിക്കുന്ന വാഹനങ്ങളും കടന്നു പോകാനുള്ള സൗകര്യമൊരുക്കി മറ്റു വാഹനങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ വാഹനങ്ങൾക്ക്, അതായത് ഈ ആംബുലൻസും ഈ വിലാപയാത്ര കടന്നു പോകാനുള്ള സൗകര്യമൊരുക്കിയത്. അങ്ങനെ വലിയ രീതിയിൽ ആളുകൾ ഒരു കൈത്താങ്ങായി മാറുന്നുണ്ട്. ഇതാരും നിർദ്ദേശം നൽകിയിട്ടില്ല, മറ്റു ഒരു സന്ദേശം നൽകിയിട്ടില്ല. ആളുകൾ സ്വമേധ്യ ഇത്തരത്തിൽ കടന്നു വരികയായിരുന്നു. അത്തരത്തിൽ വലിയൊരു ആളുകൾ ഈ കണ്ണീരൊപ്പാൻ, ഈ വലിയ സങ്കടത്തിനൊപ്പം ചേരാൻ കൂടി ആളുകളുണ്ട് എന്ന് എടുത്തു പറയണം. ഒരു നാടിൻ്റെ, ഒരു മലയാളികളുടെ ഐക്യം, എല്ലാ കാലത്തും ഒരു ദുരന്തവും ദുരിതവും വരുമ്പോൾ മലയാളികൾ ഒന്നടങ്കം കൈമെയ് മറന്ന് ഒപ്പം നിൽക്കാറുണ്ട്. അത്തരത്തിൽ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ വിലാപയാത്രയിൽ ഉടനീളം കണ്ടുവരുന്നത്. ആളുകൾ വഴിയൊരുക്കുന്നു, ആളുകൾ ഈ ആംബുലൻസിന് പോകാൻ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ എത്രയും പെട്ടെന്ന് ഈ മൃതദേഹങ്ങൾ അവരുടെ സ്വന്തം നാട്ടിൽ എത്തിച്ചേരാനുള്ള വഴിയൊരുക്കിക്കൊണ്ട് ആണ് ആളുകൾ ഇപ്പോൾ ഇതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത്. എന്തായാലും പെരിന്തൽമണ്ണ നഗരത്തിലേക്ക് ആംബുലൻസുകൾ 9 ആംബുലൻസുകളും എത്തിക്കഴിഞ്ഞു. ഇന്നലെ വൈകിട്ട് 5:30 വാൽപ്പാറയിലെ 13-ാം വളവിൽ വെച്ചാണ് ഇത്തരത്തിൽ വലിയ അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട 13-അംഗ വിനോദസഞ്ചാര സംഘത്തിലെ 9 പേരും മരിച്ചു. ബാക്കി 4 പേർ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. അതിൽ 3 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരു 11 വയസ്സുള്ള പെൺകുട്ടി കോട്ടക്കലിലെ കിംസ് ആശുപത്രിയിലും ചികിത്സയിൽ തുടരുകയാണ്. അതിൽ 3 പേരുടെ നില ഇപ്പോഴും ഗുരുതരം തന്നെയാണ്. ഈ പെൺകുട്ടി മാത്രമാണ് അപകടനില തരണം ചെയ്ത് തിരികെ ജീവിതത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആ കുട്ടി ഇന്നലെ ഇവിടെ നിന്ന്, അതായത് പാലക്കാട്ട് നിന്ന് ഉൾപ്പെടെ എത്തിയ ജനപ്രതിനിധികളും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളുമായൊക്കെ സംസാരിച്ച് ഇരുന്നു. അത്തരത്തിൽ ആ കുട്ടി മാത്രമാണ് ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടുള്ളത്. ഏക ആശ്വാസം അതുമാത്രമാണ് ഇപ്പോഴും നമുക്ക് ഉള്ളത്. അത്തരത്തിൽ ഈ മരിച്ചവരിൽ 7 സ്ത്രീകളും ഒരു കുട്ടിയും അതുപോലെ തന്നെ ഒരു പുരുഷനും ഉൾപ്പെടുന്നു. വലിയ ആഹ്ലാദത്തിൽ, വലിയ സന്തോഷത്തിൽ ഒത്തൊരുമിച്ച് ഒരു വാഹനത്തിൽ പോയവരാണ് ഇപ്പോൾ 9 ആംബുലൻസുകളിലായി അവരുടെ സ്വന്തം നാട്ടിലേക്ക് ചേതനയറ്റ ശരീരവുമായി അവരുടെ ഉറ്റവർ കാണുന്നതിനായി പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് താങ്ങാനാവുന്ന ഒരു സങ്കടമല്ല. ഷാരിഖ് പറയുന്നതനുസരിച്ചാണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഈ ആംബുലൻസുകൾ ചേതനയേറ്റ ശരീരമായി അധ്യാപകർ തിരികെ അവരുടെ നാട്ടിലേക്ക്, അവരുടെ സ്കൂളിലേക്ക് എത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.